അപ്പോൾ നമ്മുടെ ഈ ഫുട്ബോൾ 2027 ഇനി വരാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ ഫുട്ബോൾ കണക്റ്റ് കൊണാമി ഇപ്പോൾ ഒഫീഷ്യലായിട്ട് നമുക്ക് തന്നു കഴിഞ്ഞു. അപ്പോൾ അതിൽ പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഫുട്ബോളിൽ ആദ്യം നമ്മൾ നോക്കുന്നത് അതിൻ്റെ തീം ഇങ്ങനെയായിരിക്കും. നമ്മൾ ഗെയിം ഓൺ ആക്കുമ്പോൾ നല്ല കളർഫുൾ ആയിട്ടൊരു തീം തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ 3 രീതിയിലാണ് അവരിത് തിരിച്ചേക്കുന്നത്. ഒന്ന് ന്യൂ ഫീച്ചേഴ്സ് എന്താണെന്നും, പിന്നെ ഗെയിം പ്ലേ എന്താണെന്നും, ക്യാമ്പയിൻ എന്താണെന്നും പറയും. ആദ്യം ഈ ഫീച്ചേഴ്സ് എന്താണെന്ന് നോക്കാം. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നമുക്കൊരു കസ്റ്റം ടൂർണമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡ് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത എന്നാൽ എല്ലാവരും ആഗ്രഹിച്ച ഒരു കാര്യമായിരുന്നു നമുക്കൊരു സ്പെക്ടേറ്റിംഗ് മോഡ് വേണം. ഇപ്പോൾ ഈ ഫ്രീ ഫയറിലാകട്ടെ, അതുപോലെ പബ്ജി പോലത്തെ ഗെയിമുകളിലൊക്കെ അവർക്ക് ആ കസ്റ്റം ടൂർണമെൻറ്റ് നടത്തി ലൈവ് ഇടാൻ വേണ്ടി നടത്തുന്ന ആൾക്ക് എന്ത് ചെയ്യാം, ലൈവിൽ ക്യാമറ വഴി നോക്കാം. അപ്പോൾ ആ ഒരു സെറ്റപ്പ് സ്പെക്ടേറ്റിംഗ് മോഡ് ഇതിനകത്തും കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ കപ്പടിച്ചുമ്പോഴുള്ള കപ്പിൻ്റെ ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. പിന്നെ അത് കഴിഞ്ഞ് ഫോർമേഷൻ, ഫ്ലൂയിഡ് ഫോർമേഷൻ, ഇത് നമ്മൾ പറഞ്ഞ അറ്റാക്കിലൊരു ഫോർമേഷൻ, ഡിഫൻസിലൊരു ഫോർമേഷൻ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ വന്നാൽ നമുക്ക് അതനുസരിച്ച് ഇപ്പോൾ ഗോൾ പോച്ചർ ആണെങ്കിൽ ആ ഗോൾ പോച്ചറിന് ഡിഫൻസിൽ എന്തെങ്കിലും ഒരു സ്ഥാനം വേണ്ടേ, അവൻ എന്തെങ്കിലും ഒരു റോൾ അവിടെ വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി അവരെന്ത് ചെയ്യുന്നത്, യുണീക്ക് പേഴ്സണാലിറ്റി പ്ലേയേഴ്സിന് മാനേജറിനെ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിലവർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു പ്ലെയറിന് തന്നെ 2 പ്ലേസ്, ഡിഫറൻറ്റ് പ്ലേയിങ് സ്റ്റൈൽ ഒരു പ്ലെയറിന് കാണും. അറ്റാക്കിൽ ഒരു പ്ലേയിങ് സ്റ്റൈൽ കാണും, അതുപോലെ അവനെ ഡിഫെൻഡ് ചെയ്യുമ്പോൾ അവനൊരു പ്ലേയിങ് സ്റ്റൈൽ കാണും. അതിൽ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഒരു ഗോൾ പോച്ചർ ആണെങ്കിൽ അവൻ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ഗോൾ പോച്ചറായിട്ട് ഓടി റൺ എടുക്കുക, ഗോൾ അടിക്കുക, ആ പരിപാടി. പിന്നെ ഡിഫെൻഡ് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ട്ലൈൻ പ്രസ്, നമ്മളിന്ന് ബോൾ വിട്ട് പോയാൽ ഉടനെ തന്നെ പ്രസ് ചെയ്ത് അപ്പോഴേ ബോൾ എടുക്കും. അപ്പോൾ അതിൻ്റെ ഒരു ഉപയോഗം എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു അവരുടെ ബോക്സിനകത്ത് വെച്ച് തന്നെ ബോൾ തിരിച്ച് കിട്ടാനും ഗോൾ കൗണ്ടർ അറ്റാക്ക് ചെയ്ത് ഗോൾ അടിക്കാനും പറ്റും. സാധാരണ ഫ്രണ്ട്ലൈൻ പ്രസ് എന്ന് പറഞ്ഞാൽ ഹൈലൈൻ ഡിഫൻസിനാണ് പറയുന്നത്. നമ്മൾ കയറി നിൽക്കുക, ബോൾ കാലിൽ നിന്ന് മിസ്സായ ഉടനെ പ്രസ് ചെയ്ത് ബോൾ എടുക്കുക, അതാണ് പരിപാടി. പിന്നെ അതിൻ്റെ രീതിയിലുള്ള ഈ പാസുകളും കാര്യങ്ങളൊക്കെ തടയുക, അതെല്ലാം അവർ കൊണ്ടുവരും. പിന്നെ പുതിയ മാനേജറെ കൊണ്ടുവരും, ന്യൂ ലിങ്കപ്പുള്ള 2 ലിങ്കപ്പുള്ള, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. പിന്നെ അത് കഴിഞ്ഞ് എന്ത് ചെയ്യുന്നത്, ഇതാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടുന്ന കാര്യം. ഈ പൊസിഷൻ നമ്മൾ ട്രെയിൻ ചെയ്യുന്ന സമയത്ത് ആകെ കുറച്ച് ഈവൻ്റേ കളിച്ച് കിട്ടുന്ന 5 6 പൊസിഷൻ ട്രെയിനിങ് ആയിരിക്കും. ഇത് നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് വേണ്ടത് കിട്ടൂല. ഒരു CB ഡിസ്ട്രോയർ ആണെങ്കിൽ നമുക്ക് DMFൽ ഇടേണ്ട ആവശ്യമുണ്ട്. പക്ഷേ DMFൽ പുള്ളി കൊടുക്കുമ്പോൾ അവന് LBയോ RBയോ ഒക്കെ ഇങ്ങനെ മാറി മാറി, അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള ഇത് തന്നെ ഇതിനകത്ത് ഇപ്പോൾ അവർ പറയുന്നത് പറഞ്ഞാൽ അവന് ഓൾറെഡി ഉള്ള ലേൺ ചെയ്തിട്ടുള്ള ആ ഒരു പൊസിഷൻ കിട്ടില്ല. പകരം നമ്മൾ പുതുതായിട്ട് കൊടുക്കുന്ന അവർക്ക് എന്ത് ചെയ്യും, പൊസിഷൻ ബാക്കിയുള്ള ആവശ്യമുള്ള ഭാഗങ്ങളെ കിട്ടുള്ളൂ. ഓൾറെഡി ലേൺ ആയത് പിന്നെ രണ്ടാമത് റിപ്പീറ്റ് ചെയ്ത് കിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. പിന്നെ ന്യൂ ഡെയിലി ബോണസ് അവൈലബിൾ ആണെന്ന് പറയുന്നുണ്ട്. ഡെയിലി ഗെയിം ഒരു പുതിയൊരു മിനി ഗെയിം എന്ന് തന്നെ പറയുന്നത്. ന്യൂ മിനി ഗെയിം എന്നാണ് അവർ പറയുന്നത്. അതൊരു വേറെ ഏതോ ടീമായിട്ട് കൊളാബൊക്കെ ആക്കിയിട്ടുള്ള സംഭവമാണ്. പ്ലാറ്റിനം ഗെയിംസ് എന്ന് പറഞ്ഞാൽ അവരുമായിട്ട് കൊളാബ് ചെയ്തിട്ടുള്ളത്. അത് നമ്മളന്ന് പറഞ്ഞിരുന്നു. നമ്മൾ ജസ്റ്റ് ഒന്ന് മുമ്പ് പറഞ്ഞിരുന്നു. ഇതിനകത്ത് അവർ പറയുന്നത് പറഞ്ഞാൽ നമുക്ക് ഒരു റൗണ്ട് വരും. ഈ റൗണ്ട് കറക്റ്റ് എത്തുന്ന സമയത്ത് ഇവിടുത്തെ ബട്ടൺ കറക്റ്റ് പ്രസ് ചെയ്യണം. അതാണ് ഈ പ്രസ് എ അറ്റ് റൈറ്റ്. ഇതിലെത്തുമ്പോൾ കറക്റ്റ് നിൽക്കുമ്പോൾ അതെന്ത് ചെയ്യും, നമ്മൾ അത് ഒരാളെ ഡ്രിബിൾ ചെയ്ത് കയറിപ്പോകും. അങ്ങനെ ഡ്രിബിൾ ചെയ്യേണ്ട ഭാഗത്ത് കറക്റ്റ് ഡ്രിബിൾ ചെയ്യും. അത് കറക്റ്റ് നമ്മളൊരു പരിപാടി ചെയ്യണം. നമ്മൾ അതിൽ പ്രസ് ചെയ്ത് കറക്റ്റ് സ്ഥലത്തെത്തുമ്പോൾ ഡബിൾ ടച്ച് ഒക്കെ മെസ്സി പോകുന്ന ഒരു വീഡിയോ കാണിച്ചിരിക്കുന്നത്. ഓരോന്ന് ഇങ്ങനെ പോയി അവിടുത്തെ ഡിഫൻഡർമാരെയൊക്കെ വെട്ടി കറക്റ്റ് അവിടെ നിന്ന് അടിക്കുമ്പോൾ ഇങ്ങനെ ഒരു കറക്റ്റ് സമയത്ത് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ കാണിക്കും. കണ്ട ഇതാണ് കറക്റ്റ് സമയത്ത് നമ്മൾ പ്രസ് ചെയ്തെടുക്കും. ആ ഒരു സ്ഥലത്ത് എത്തുമ്പോഴത്തേക്ക് അതിൽ ജസ്റ്റ് മാറ്റം വന്നാൽ കാലിൽ നിന്ന് ബോൾ പോകും. അപ്പോൾ അത് ഫെയിലാവും. പെനാൽറ്റിക്കാൾ ഇപ്പോൾ കുറച്ചുകൂടെ പാടായിട്ടുണ്ടെന്നൊക്കെ. അത് 1 2 ദിവസം കളിക്കുമ്പോൾ പിന്നെ എല്ലാവർക്കും വശാവുകയും ചെയ്യും. അങ്ങനെ വന്ന് കറക്റ്റ് ഇവിടെ എത്തുമ്പോൾ അടിച്ച് കഴിഞ്ഞാൽ ഗോൾ കയറും പെർഫെക്റ്റ് ആയിട്ട്. അങ്ങനെ മൊത്തം 6 റൗണ്ടാണ് കൊടുത്തിരുന്നത്. അപ്പോൾ 6 എണ്ണം ഉണ്ടായിരിക്കും നമ്മൾ അതിനകത്ത് നിൽക്കുക. പിന്നെ അടുത്തത് ഗെയിം പ്ലേയിൽ വരുന്ന മാറ്റങ്ങളാണ്. ഗെയിം പ്ലേയിൽ ഡൈനാമിക് വോളി കൊണ്ടുവന്നിട്ട്, അതായത് നമ്മൾ ഈ സൈഡിൽ നിന്ന് ക്രോസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പം അധികം ഹെഡ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഹെഡിങ് ഇല്ലാത്ത പ്ലെയർ ഹെഡ് ചെയ്യുമ്പോൾ മിസ്സായൊക്കെ പോകാറുണ്ട്. ഇനി ആ ഒരു പരിപാടിയിൽ അവരാണ്ട് വോളി അടിച്ച് കയറ്റുന്നതാണ്. പല രീതിയിലുണ്ട്. ഇവിടെ കണ്ട ഈ പ്ലെയർ കറങ്ങി അടിക്കുന്നത് പോലെ ഇവിടുത്തെ പ്ലെയർ കണ്ട ലൗതറോ മാർട്ടിനസ് ആണെന്ന് തോന്നുന്നു. അതുപോലെ മെയിനായിട്ട് വരും, നമ്മൾ മുമ്പ് ചെറിയ ലോഫ്റ്റഡ് പാസ് ആക്കുന്ന സമയത്ത് ഇവർ വെറുതെ ഹെഡ്, നമ്മൾ ആലോചിക്കുന്നത് ഹെഡ് ചെയ്യുന്നതിനെ കാലടിച്ചാൽ പോരെ, ആ സാധനത്തിൽ അവർ മാറ്റം കൊണ്ടുവരിക. അപ്പോൾ നമ്മൾ രണ്ടും ഒരുമിച്ചുള്ള ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. മുമ്പെന്ന് പറയുമ്പോൾ ഇതുപോലെയായിരുന്നു അവർ ഹെഡ് ചെയ്തിടുന്നത്. ഇപ്പോൾ അത് മാറ്റിയിട്ട് ആ സാധനം കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് വരാൻ കാത്തിരുന്ന് ഫ്രണ്ടിന് എന്ത് ചെയ്യുക, ആ ബോൾ അടിച്ചിടും. അതാണ് ഈ കൊടുത്തേക്കുന്നത്. ഫ്രണ്ടിൽ നിന്ന് ആ ബോൾ അടിച്ച് തന്നെ അവർ ഗോൾ ആയിട്ട്, അപ്പോൾ ഗോൾ കയറാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ മുമ്പ് ഇങ്ങനെ ഹെഡ് ചെയ്ത് കളയാൻ സാധനം ഹെഡ് ചെയ്ത് അത് മിസ്സാവുന്നതായിരുന്നു. അതിന് അവരെന്ത് ചെയ്യും, താഴെ പറഞ്ഞൊരു കാത്തിട്ട് കാലുണ്ടെങ്കിൽ അടിച്ച് കയറ്റും. അതുകൊണ്ട് ചെറിയ പോസ്റ്റിലേക്ക് എത്തുമ്പോൾ ചെറിയ ലോഫ്റ്റഡ് പാസ് ഒക്കെ ഇട്ട് അതിന് അത് ഉപയോഗപ്പെടും. പിന്നെ ന്യൂ മോഷൻസ് ആണ്, അതായത് പ്ലേയേഴ്സിൻ്റെ ഒക്കെ മൂവ്മെൻറ്റുകൾ, നമ്മളെ ഡിഫെൻഡ് ചെയ്യുമ്പോഴുള്ള പ്ലേയേഴ്സിൻ്റെ മൂവ്മെൻ്റ് ഒക്കെ മാറ്റിയിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത്. അത് കറക്റ്റ് മനസ്സിലാക്കിയ ശേഷം നമുക്കൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാം. പിന്നെ ഗോളികൾക്ക് പവർ കൂട്ടിയിട്ടുണ്ട്. ലോങ് റേഞ്ചുകളും അത്യാവശ്യം ലോങ് റേഞ്ചും കാര്യം. മറ്റേ ഗോളി വെറുതെ നമ്മൾ 107 108 ലെവലുള്ള ഗോളിമാരെയൊക്കെ എടുത്തിട്ട് ഒരു ഗുണം ഉണ്ടാവാറില്ല. ഇനി അങ്ങനെ വരില്ല. ഗോളിയെ കൊണ്ട് നിങ്ങൾക്ക് ഗുണം ഉണ്ടെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതിനകത്ത് നോക്കുക, ഷോർട്ട് റേഞ്ചിൽ വരുന്ന എന്താണ് ഷോട്ടുകൾ അവർ തടഞ്ഞിടുന്നുണ്ട്. അതുപോലെ പുതിയ ക്യാമ്പയിൻ, ഇതാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അതിന് അവർ ആദ്യം ബാഴ്സലോണയെ അവരുടെ ലൈസൻസ് ഉള്ള ക്ലബ്ബുകളെ കാണിക്കുന്നുണ്ട്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, ആഴ്സണൽ, ഇന്റർനാഷണൽ, AC മിലാൻ, പിന്നെ ബൊറൂസിയ, ഗാലറ്റസറായ്, അങ്ങനെ ഓരോ ക്ലബ്ബുകൾ കാണിച്ച് അതിൻ്റെ മെയിൻ പ്ലേയേഴ്സിനെ കാണിക്കുന്നുണ്ട്. ഇതിനകത്ത് സലയൊക്കെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ ഫ്ലെമിംഗോയും അതുപോലെ പാൽമറാസും, അങ്ങനെ എല്ലാ ഇതും ഉണ്ട്. ഒരു സാൻഡോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ നെയ്മർ. ഇതായിരിക്കും നമ്മുടെ ഈ ഫുട്ബോളിൻ്റെ തീം വരാൻ പോകുന്നത്. തീമല്ല, അതിൻ്റെ ലോഗോ ഇങ്ങനെ ആയിരിക്കും. പിന്നെ ഈ മൂന്നിൻ്റെ ക്യാമ്പയിനായിരിക്കും ആദ്യം നമുക്ക് വരാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ബാഴ്സയും യുണൈറ്റഡോടുള്ളൊരു ക്യാമ്പയിനാണ്. നമുക്ക് എന്ത് ചെയ്യാം, 5 ഹൈലൈറ്റ് പ്ലേയേഴ്സിനെ നമുക്കറിയാം, ഹൈലൈറ്റ് തരമുള്ളൂ. പക്ഷേ നമുക്ക് എല്ലാവർക്കും പുതിയ പ്ലേയിങ് സ്റ്റൈൽ കളിപ്പിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ലംബാർഡിൻ്റെ ഒരു മാനേജർ നമുക്ക് ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. 2005 2025 26 ലംബാർഡിൻ്റെ ഓവർലോഡ് പ്ലേ നടക്കും. അതിനകത്ത് ഓവർലോഡിൻ്റെ സ്കില്ല് കാണിച്ചിട്ടുണ്ട്. പിന്നെ ഡെയിലി ഗെയിമിനകത്ത് നമുക്ക് കിട്ടാൻ പോകുന്നത് ഒബമയാങ്ങിനെയാണ്. ഒബമയാങ്ങിനെ കളിപ്പിച്ച് നോക്കണം എന്നുള്ളവർക്ക് പഴയ ബാഴ്സയെ കളിച്ച ഒബമയാങ്ങിനാണ് കിട്ടുന്നത്. പറന്ന് നിൽക്കും എന്തായാലും.
പിന്നെ വരാൻ പോകുന്ന പാക്കാണ് 3 വരെയുള്ള പാക്ക്. ഡിയോഗോ കോസ്റ്റയുടെ നമ്മൾ നേരത്തെ ഇത് ഇതിന് സൈറ്റിൽ ആഡ് ചെയ്തേക്കാണ് നേരത്തെ. ഇപ്പോഴാണ് വന്നത്. ഫിനോമിനൽ ഫിനിഷിങ്ങും ബുള്ളറ്റ് ഹെഡറും ഏരിയൽ ഫോർട്ടും ലോങ് റേഞ്ച് ടാക്കിളുമാണ് ഇവന് വരുന്നത്. പിന്നെ ഹസാർഡിന് മൊമെന്റം ഡ്രിബ്ലിംഗ്, ആക്സലേഷൻ ബെസ്റ്റും ലോ സ്ക്രീമറുമാണ് സ്കില്ല് വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ പൈസ കൊടുത്ത് കണ്ട പാക്കാണ് 14-ാം തീയതി മുതൽ. അപ്പം 13-ാം തീയതി വ്യാഴം, 14 വെള്ളി മുതൽ 20-ാം തീയതി വരെയാണ് ഓഗസ്റ്റ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഒരു മാനേജർ പാക്കിനകത്ത് ആന്റോണിയോ കോൺറ്റയുടെ വരുന്നുണ്ട്. 2016-17 പാക്കാണിത്. ആ സമയത്തുള്ള അവരുടെ മാനേജറാണ് ഇത് ഇയാൾക്ക് 2 ഇത് കൊടുത്തിട്ടുണ്ട്. ഓവർ ദി ടോപ്പ് പാസ് സിഇഒ ഉണ്ട്, 1-2 കട്ട് ഇൻ ബി ഉണ്ട്. അങ്ങനെ 2 സ്കില്ലുകൾ അവർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് കറക്റ്റ് ഇതിൻ്റെ വിശദീകരിച്ച് നമുക്ക് പിന്നീട് ഒരു വീഡിയോ ഇടാം അതിൻ്റെയൊക്കെ കിട്ടിയ ഡീറ്റെയിൽസ് കിട്ടിയതിന് ശേഷം. പിന്നെ അംബാസഡർ പാക്ക് വരുന്നുണ്ട്. അത് മെസ്സിയുടെയും യമാലിൻ്റെയാണ് നമുക്കറിയാം. അതിനകത്ത് മെയിനായിട്ട് മെസ്സിയുടെ ഈ ജയിൻറ്റ് പോപ്പും അതുപോലെ സ്റ്റേഡിയം സീരിയോ കാര്യങ്ങളൊക്കെ ഉണ്ട്. ആദ്യം കഴിഞ്ഞ വട്ടം പാക്ക് നമുക്ക് തുടക്കം നല്ല വർത്തായിട്ട് തോന്നി. പിന്നീട് അതിനേക്കാളും 102 103 മെസ്സി തന്നിട്ട് പിന്നെ 103 പോകുന്ന ഹൈലൈറ്റ് പ്ലേസ് നമുക്ക് ഫ്രീ ആയിട്ടൊക്കെ പിന്നെ തന്നായിരുന്നു. അതുകൊണ്ട് ലാസ്റ്റ് അവർ വലിപ്പിക്കും. തുടക്കം വേണമെന്നുള്ളവർക്ക് കോയിനുള്ളവർക്ക് കളിപ്പിക്കാൻ വേണ്ടി വേണമെങ്കിൽ മെസ്സിയൊന്നും ഇല്ലെങ്കിൽ എടുക്കാം. ഇല്ലെങ്കിൽ നല്ല പാക്കുള്ളവർ കൊണ്ടുവരും. എടുക്കാതിരിക്കണം നല്ലത്. 450 കോയിനാണ് 450 കോയിൻ പർച്ചേസ് എന്നാണ് കൊടുത്തേക്കുന്നത്. 450 കോയിൻ കിട്ടുമെങ്കിൽ നമുക്ക് എടുക്കാം. 450 കോയിൻ ഇതും 250 കോയിൻ വർത്തായിട്ടുള്ള ഇതും അങ്ങനെയാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ മൊത്തം എത്ര 650 700 കോയിനാണ് കൊടുത്തേക്കുന്നത്. നമുക്ക് എന്തായാലും വരുമ്പോൾ അറിയാം. 10 ഹൈലൈറ്റ് പ്ലേയേഴ്സ് ഇതിനകത്ത് കാണും. ഇതാണ് സ്റ്റേഡിയം കയറുമ്പോഴുള്ള സ്റ്റേഡിയം സീരിയയും കാര്യങ്ങളൊക്കെ. ഇത് മെസ്സിയുടെ ഇതവിടെ ഇരിക്കുന്ന പോപ്പ് ഇരിക്കുന്ന അംബാസഡർ പാക്കിനകത്തുള്ള. പിന്നെ നമുക്ക് ആ ചെൽസിയുടെ ഇവരെ പാക്ക് വന്നല്ലോ ഹസാർഡിൻ്റെ. ആ പാക്കിനകത്ത് നിന്ന് ഒരു ഫ്രീ ഇത് കിട്ടണമെങ്കിൽ നമ്മൾ ഗിഫ്റ്റിൽ പോയിട്ട് ഈ കോഡ് അടിച്ചു കൊടുത്താൽ മതി. അതെല്ലാവരും മറക്കാതെ ചെയ്യണം. പിന്നെ നമ്മുടെ സൈറ്റിനകത്ത് ഓഫർ കോയിൻ ഉണ്ടെന്ന് പറഞ്ഞാണ് അവർ വീഡിയോ തീർക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് അവരിപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങളും കാര്യങ്ങളും കിട്ടുമ്പോൾ നമ്മൾ അപ്പോൾ അറിയിക്കാം. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അതും ചോദിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് എന്ത് ചെയ്യുക, അത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ ഓണാക്കിക്കുക. ഇനി ഇതിൻ്റെ പാക്കുകളും അതുപോലെ തന്നെ വൺ ഡേ പാക്കുകളും കാര്യങ്ങളൊക്കെ നമ്മൾ അറിയുമ്പോൾ നിങ്ങൾക്ക് അറിയിച്ചു തരുന്നതാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.